ഹലോ എവരിവൺ. അപ്പോൾ ഡൽഹി മണാലി ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. അതായത് ഡൽഹിയിലത്തെ ഫസ്റ്റ് ഡേ നമ്മൾ നേരെ റൂമിൽ പോയി ഫ്രഷപ്പായി അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഗേൾസൊക്കെ നല്ല എത്നിക് വിയറൊക്കെ ഇട്ട് സുന്ദരി കുട്ടികളായിട്ട് നമ്മൾ നേരെ വന്നിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിലേക്കായിരുന്നു. ഇന്ത്യ ഗേറ്റിൽ കാര്യമായിട്ടൊന്നും കാണാനില്ല, ഇത് തന്നെ ഇന്ത്യ ഗേറ്റ്. പിന്നെ നമ്മൾ മുന്നിൽ നിന്നും ബാക്കിൽ നിന്നൊക്കെ കുറേ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്ത് അതിന് ശേഷം നമ്മൾ നേരെ ഹുമയൂൺ ടോംബിൽ പോയി. അവിടെ അത്യാവശ്യം നടന്ന് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഗാർഡൻ പോലെയുള്ള ഒരു ഏരിയ, നല്ലൊരു തണലൊക്കെ ഉള്ള ഒരു ഏരിയയിലൊക്കെ പോയി നമ്മൾ അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് പിന്നെ കുറേ വീഡിയോസൊക്കെ എടുത്ത് കുട്ടികളല്ല അപ്പോൾ അവർ എന്താ പറയുക കുറേ ഫണ്ണി മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെ അതിലേറ്റവും എനിക്ക് ഓർത്ത് വെക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വട്ടത്തിൽ കൈയൊക്കെ പിടിച്ച് നമ്മളിങ്ങനെ ആനവട്ടം കളിക്കൂലേ പണ്ട്, അതുപോലെ നമ്മൾ കളിച്ചിട്ടുണ്ടായിന്. അപ്പം ആ സമയത്ത് ജപ്പാനിലുള്ള ഒരു ലേഡി അവിടെ ഉണ്ടായിന്. അപ്പോൾ അവർക്ക് കണ്ടപ്പോൾ ഇത് കൗതുകമായി നമ്മളിങ്ങനെ ആനവട്ടം കളിക്കുന്നത്. എന്നിട്ട് അവരും നമ്മളെ കൂടി എന്നെയും കൂട്ടവും ചോദിച്ചിട്ട് നമ്മൾ എല്ലാവരും കൂടെ ആനവട്ടം കളിച്ചിട്ടുണ്ടായിന്. അങ്ങനെ പറയാം, ആനവട്ടം എൻ്റെ അടുത്ത് വീഡിയോ ക്ലിപ്സ് ഇല്ലെങ്കിലും കാണിക്കാൻ ഇതിലിട്ടേനെ. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര എന്താ പറയുക എൻജോയ് ചെയ്ത മൊമെൻറ്റ്സ് ആയിരുന്നു. നമ്മൾ യൂത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയും പോസിറ്റീവ് ഓറയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് അതിന് ശേഷം നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് നേരെ റെഡ് ഫോർട്ടിലേക്ക് വന്ന്. റെഡ് ഫോർട്ടിൽ അത്യാവശ്യം നടന്ന് കാണാനുണ്ട്. പക്ഷേ നമ്മൾ ജമാ മസ്ജിദിൽ 6 മണി വരെ ഗേൾസിന് അലൗഡ് ഉള്ളതുകൊണ്ട് നമ്മൾ റെഡ് ഫോർട്ട് ഓടിപ്പിടിച്ച് കണ്ടിട്ട് നേരെ ഒരു ടുക്ടുക്കും പിടിച്ചിട്ട് നേരെ ജമാ മസ്ജിദിലേക്ക് വിട്ടു. ജമാ മസ്ജിദിൽ നടന്നിട്ട് പോവാം, പക്ഷെ നമ്മൾ കാല് നല്ല സൈഡായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ടുക്ടുക്കൊക്കെ പിടിച്ചിട്ടാണ് കുറച്ച് ഗേൾസിനെയും കൂട്ടിയിട്ട് നമ്മൾ നേരെ ജമാ മസ്ജിദിലേക്ക് വിട്ടു. ബാക്കി